ഹലോ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. ആദ്യം കടല കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ച ശേഷം അതും പിന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും പാടെ ഒരു കുക്കറിലിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 4 വിസിൽ അടുപ്പിക്കുക. അങ്ങനെ കുക്കർ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം അപ്പോഴേക്കും കുക്കറിൽ വിസിൽ വന്നു. ഞാനൊരു 4 വിസിൽ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം തക്കാളി അതും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് എടുത്തത്. പിന്നെ ഒരു പിടി മല്ലിയില, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി. 1 സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും അത് അടി പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഇളക്കി കൊടുത്തു. 2ാമത്തെ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് അപ്പോഴേക്കും കുക്കറിൻ്റെ വിസിലൊക്കെ ഏകദേശം പോയി കഴിഞ്ഞു. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതും ഇളക്കിയിട്ട് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ട് നമ്മൾ കടലയും ഉരുളക്കിഴങ്ങും അത് വെള്ളത്തോട് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് തിളപ്പിക്കുക. അപ്പോഴേക്കും നമുക്ക് ഒരു ജാറിൽ കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് വലിയ ജീരകം കൂടി അരച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കുറച്ച് വെള്ളം കൂടി, തേങ്ങയിലുള്ള വെള്ളം കൂടി ഇത്തിരി കട്ടി കൂടിയതുകൊണ്ട് ലേശം ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായി തിളച്ച ശേഷം മല്ലിയില ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്